പഠിക്കണം പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ തോക്കും, പഠിച്ചില്ലെങ്കിൽ റാങ്ക് കിട്ടത്തില്ല. ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണല്ലേ. പക്ഷെ എങ്ങനെ പഠിക്കണം, ഹൗ ടു ലേൺ എന്നുള്ള കാര്യം അധികം ആരും പറഞ്ഞു തരാറില്ല. ആ ഒരു പെയിൻ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എങ്ങനെ പഠിക്കണമെന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുകയാണ്. എംബഡഡ് കൊഗ്നീഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തിങ്കിങ് എബിലിറ്റി, ലേണിംഗ് കപ്പാസിറ്റി അതൊക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും. എന്താണ് എംബഡഡ് കൊഗ്നീഷൻ? പേടിയായിട്ട് പേടിക്കൊന്നും വേണ്ട, സംഭവം സിമ്പിളാണ്. അതായത് നമ്മുടെ ബോഡി, നമ്മുടെ സറൗണ്ടിങ്സ്, എൻവയോൺമെന്റ് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് എംബഡഡ് കൊഗ്നീഷൻ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ടാവാം. എന്നാണ് ഞാൻ അത് ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ ഫിംഗർ കൊണ്ട് പോയിന്റ് ചെയ്ത് ഇങ്ങനെ വായിച്ചു പോകില്ലേ, കണ്ടാൽ സില്ലി ആയിട്ട് തോന്നും. പക്ഷെ നമ്മുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ ഒക്കെ കൂട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അതുപോലെ തന്നെ ഇരുന്ന് പഠിച്ച് മടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നടന്നുകൊണ്ട് പഠിക്കണം. കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു സില്ലി അല്ലെങ്കിൽ അയ്യേ എന്തായെന്നൊക്കെ തോന്നുമെങ്കിലും അതിന്റെ എഫക്ട് സൈക്കോളജിക്കലി പ്രൂവൺ ആണ്. നടന്നുകൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. തളരുമ്പോൾ പിന്നെ ഇരുന്നുകൊണ്ട് തന്നെ പഠിക്കണം. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ബോഡിയുടെ ഒരു സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റിയും അവിടെ കൂടും. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ കാണുമ്പോൾ ടെൻഷൻ അടിക്കില്ലേ, ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. അപ്പൊ റിയൽ എക്സാമിലേക്ക് വരുമ്പോഴും ഒരു അറിയാത്ത ക്വസ്റ്റ്യൻ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് കൂടുന്നു, ആ സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് എനിക്ക് റിയൽ കണ്ടീഷനിൽ ചെയ്ത് എനിക്ക് മാർക്ക് കൂടുതൽ വാങ്ങിക്കാനും സ്ട്രെസ് മാനേജ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു പോസ്റ്റർ യൂസ് ചെയ്യുമല്ലോ, വളരെ ഇറക്റ്റ് ആയിട്ട് സ്പൈനൊക്കെ സെറ്റ് ആക്കിയിട്ടിരിക്കുന്ന ഒരു പോസ്റ്റർ. ആ പോസ്റ്റർ തന്നെ എക്സാം ഹോളിലും നമ്മൾ എക്സാമും എഴുതണം. അത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ സഹായിക്കും. ഈ ടെക്നിക്കിന്റെ ചില ഫ്രാഗ്മെന്റ്സ് മാത്രമാണ് ഇപ്പം പറഞ്ഞത്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അഫോർഡബിൾ ആയ കേരള PSC ബാച്ചസിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് സെക്ഷനിൽ പറയുകയും ചെയ്യാം. ഈ വീഡിയോ നിങ്ങളുടെ നല്ലൊരു സുഹൃത്തിനും ഷെയർ ചെയ്ത് കൊടുക്കുക.